ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കണം നമ്മുടെ വീടുകളുടെയൊക്കെ ബാത്റൂം കഴുകാൻ പറ്റിയ അടിപൊളി ക്ലീനിങ് മെഷീനാണ്. ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് ചാർജ് ചെയ്ത് നമുക്ക് ഒരുപാട് സമയം ചാർജ് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ നിർമ്മാണ ചെലവാണെങ്കിലും വളരെ കുറവായിരുന്നു. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വരും. നമ്മൾ ഇതിൽ വെക്കാൻ പോകുന്നത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന മോട്ടോർ ഗിയർ ബോക്സ് ആണ്. ഇത് കുട്ടികളുടെയൊക്കെ വണ്ടിയിൽ വരുന്നതാണ്. ഇത് സ്ക്രാപ്പിൽ നിന്ന് 50 രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു. പുതിയത് വാങ്ങാനാണെങ്കിൽ 599 രൂപയാണ് ആമസോണിൽ കണ്ടത്. ഈ ടൈപ്പ് മോട്ടോർ ഗിയർ ബോക്സ് 2 ടൈപ്പിൽ മോട്ടറിൽ വരുന്നതുണ്ട്. ഒരെണ്ണം വലിയ ടൈപ്പ് മോട്ടറും ഒരെണ്ണത്തിൽ ചെറിയ ടൈപ്പ് മോട്ടറും. ചെറിയ ടൈപ്പ് മോട്ടറിൻ്റെ ആണ് നല്ലത്, നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഒക്കെ കൂടുതൽ കിട്ടാൻ. ഇതിനാണെങ്കിലും നല്ല അത്യാവശ്യം നല്ല കിടിലം പവറിലാണ്. നമ്മൾ കൈകൊണ്ട് പിടിച്ചു നിർത്തിയാലും എന്നെ ഇതായാലും നിൽക്കില്ല, അത്രയ്ക്ക് പവറാണ്. ഞാൻ ഈ ടൈപ്പ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ആദ്യം മേടിച്ചത് ആമസോണിൽ നിന്ന് 300 RPM ഇതുപോലത്തെ മോട്ടറായിരുന്നു. 499 രൂപയായിരുന്നു. പക്ഷേ ഈ മോട്ടറിൽ നമ്മുടെ ബ്രഷ് പിടിപ്പിക്കാൻ കുറച്ച് പാടും പിന്നെ നനഞ്ഞാലൊക്കെ പ്രശ്നം വന്നാലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഈ മോട്ടർ മാറ്റിയത്. പിന്നെയുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് ഇതിന് പറ്റി ബ്രഷ് ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. ബ്രഷ് വാങ്ങാൻ വേണ്ടി ഒരുപാട് കടയിൽ കയറി ഇറങ്ങി. എല്ലായിടത്തും ചെല്ലുമ്പോഴും 4 ഇഞ്ച് കൂടി ബ്രഷ് ഒരു സ്ഥലത്തും വാങ്ങാൻ കിട്ടില്ല. പിന്നെയാണ് മനസ്സിൽ ഇതുപോലെ ഒരു ഐഡിയ തോന്നിയത്. ഇങ്ങനെയുള്ള 3 ബ്രഷ് മേടിച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാമെന്ന്. ഇതിനാണ് ഈ ചെലവും കുറവ്. ഒരു ബ്രഷിന് 30 രൂപയുള്ളൂ. 3 എണ്ണം വാങ്ങിയാലും 90 രൂപയുള്ളൂ. സ്ക്രാപ്പ് ഷോപ്പിൽ നിന്ന് മോട്ടോർ ഗിയർ ബോക്സ് മേടിച്ചപ്പോൾ വണ്ടിയുടെ ടയറിലുള്ള ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തായിരുന്നു. മോട്ടർ അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. നമ്മുടെ ബ്രഷ് സെറ്റ് ചെയ്യാൻ വേണ്ടി മെറ്റലിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഒരു 6 ഇഞ്ച് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് കോമ്പസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രങ്ങൾ വെച്ചിട്ട് റൗണ്ടിൽ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ജപ്പാൻ ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ മോഡൽ ഷീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് താമസം എടുത്തു. ഈ ഷീറ്റിന് പകരം നമുക്ക് ഈ റൂഫ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് റൗണ്ട് പ്ലേറ്റ് വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിച്ചാലും മതി, പക്ഷേ കുറച്ചും കൂടെ വെയിറ്റ് കൂടുതൽ വരും. ഇതാകുമ്പോൾ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞിരിക്കുമല്ലോ എന്നോർത്തോണ്ടാണ് ഇതുപോലത്തെ ഉപയോഗിച്ചത്. കട്ട് ചെയ്ത ശേഷം നമുക്ക് എഡ്ജൊക്കെ ഒന്ന് പയ്യെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വണ്ടിയുടെ ടയറിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ടുവന്ന പീസ് ഈ മെറ്റൽ ഷീറ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളുമെല്ലാം ഇട്ടെടുക്കണം. പുതിയ മോട്ടോർ ഗിയർ ബോക്സ് വാങ്ങണവരാണെങ്കിലും ഈ പീസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, തടി കൊണ്ടോ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സ്ക്രൂവും അതിന് പറ്റിയ നെറ്റും പിന്നെ 2 വാഷറും വീതം, അതുപോലെ 3 സെറ്റ് വേണം. ഇതുപോലത്തെ സ്ക്രൂ ഒക്കെ എടുക്കുമ്പോൾ SS-ന്റെ സ്ക്രൂ എടുക്കാൻ വേണ്ടി നോക്കണം. എനിക്കിപ്പോൾ കിട്ടിയില്ലായിരുന്നു, പിന്നെ മാറ്റാൻ വേണ്ടിയുള്ളതായിരുന്നു. ഈ സ്ക്രൂകൾ ടയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച മെറ്റലിൻ്റെ ഷീറ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനു വേണ്ടി കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഹോൾ ഇട്ടെടുക്കണം. ടയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ 3 ഹോളിലും സ്ക്രൂവിലുണ്ടായിരുന്ന നെറ്റുകൾ ഓരോന്നായി 3 എണ്ണത്തിലും പയ്യിട്ട് സെറ്റ് ചെയ്തെടുക്കണം. 3 ഹോളിലും നെറ്റ് കറക്റ്റായിട്ട് ഇട്ട ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്ത മെറ്റലിൻ്റെ പീസിലേക്ക് അത് ഫിറ്റ് ചെയ്തെടുക്കാം. ഫിറ്റ് ചെയ്യാൻ വേണ്ടി മെറ്റലിലിട്ട 3 ഹോളുകളെ കറക്റ്റായിട്ട് നമ്മൾ ടയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് വെച്ച് സ്ക്രൂ ചെയ്തെടുക്കാം. ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ വാഷറും കൂടെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അടുത്തതായിട്ട് ചെയ്യാനുള്ള നമ്മുടെ ബ്രഷ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കുറച്ച് നോക്കി ശ്രദ്ധിച്ച് ചെയ്യേണ്ട വർക്കായിരുന്നു. ഈ 3 ബ്രഷുകളും മെറ്റൽ പീസിലേക്ക് വെച്ച് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഈ ബ്രഷുകൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത ശേഷം മാത്രമേ മാർക്ക് ചെയ്ത് ഫിറ്റ് ചെയ്യാവുള്ളൂ. നമ്മൾ നോക്കാതെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറങ്ങുമ്പോൾ പൊളച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ ഫിറ്റ് ചെയ്യാവുള്ളൂ. എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ബ്രഷ് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളുകൾ ഇട്ടെടുക്കാം. ഇതെല്ലാം സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യണ്ടെങ്കിലും പിന്നെ ഇതെല്ലാം അഴിച്ചു മാറ്റാനുണ്ട് പെയിൻറ് അടിക്കുന്ന ടൈമിൽ. അത് കഴിഞ്ഞ് വീണ്ടും ഫിറ്റ് ചെയ്തെടുക്കാം. ബ്രഷ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ചെറിയ SS-ന്റെ സ്ക്രൂ ആയിരുന്നു. ബ്രഷിലേക്ക് സ്ക്രൂ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചാൽ കറക്റ്റ് ആ മാർക്കിൽ തന്നെയാണോ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്തെടുക്കാൻ. ഞാൻ ഈ മെറ്റൽ ഷീറ്റിൽ ഹോൾട്ടപ്പോൾ കുറച്ച് അധികം ഹോൾട്ടെന്നുള്ളൂ. 3 സ്ക്രൂ ഫിറ്റ് ചെയ്താലും മതി. ആദ്യം എടുത്ത ബ്രഷ് ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് ബാക്കിയുള്ള ബ്രഷും കൂടെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്തെടുക്കാം. വീണ്ടും അഴിച്ചെടുക്കാനുള്ളതുകൊണ്ട് ജസ്റ്റ് 2 സ്ക്രൂ ഇട്ട് മാത്രമേ ഫിറ്റ് ചെയ്യണുള്ളൂ. ഇപ്പോൾ 3 ബ്രഷും ഫിറ്റ് ചെയ്ത ശേഷം കറക്റ്റ് ലെവലിൽ തന്നെയാണോ എന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1/2 ഇഞ്ചിൻ്റെ 110 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള SS-ന്റെ പൈപ്പാണ്. ഇതുപോലത്തെ പൈപ്പ് എടുക്കുമ്പോൾ കർട്ടനൊക്കെ ഇടാൻ യൂസ് ചെയ്യണ കൂട്ട് കനം കുറഞ്ഞ പൈപ്പ് എടുക്കരുത്. ഇച്ചിരി കട്ടിയുള്ള പൈപ്പ് നോക്കിയെടുക്കണം. നമ്മളെടുത്ത ഒരു പൈപ്പിൻ്റെ എൻഡ് ഏകദേശം 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തെടുക്കണം. പൈപ്പിൻ്റെ ഈ എൻഡിലാണ് നമ്മുടെ മോട്ടോർ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്യുന്നത്. മോട്ടോർ ഗിയർ ബോക്സ് പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഫ്ലാറ്റ് പീസ് കൊണ്ട് ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി കറക്റ്റായിട്ട് മെഷർമെൻ്റ് എല്ലാം എടുക്കാം. ഇത് മുന്നേ ഒരു പ്രൊജക്റ്റിന് വേണ്ടി മെറ്റലിൻ്റെ ഫ്ലാറ്റ് പീസ് കൊണ്ട് റെഡിയാക്കി എടുത്തതായിരുന്നു. ഇത് കട്ട് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ മോട്ടോർ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്യുന്ന ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നത് നെറ്റ് ബോൾട്ടും എടുത്ത് ഇടയ്ക്ക് അഴിച്ചു മാറ്റാവുന്ന രീതിയിലാണ്. 7.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ഫ്ലാറ്റ് പീസും പിന്നെ 2.25 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 ഫ്ലാറ്റ് പീസും അതിൻ്റെ അറ്റത്തായിട്ട് ചെറിയ നെറ്റും ബോൾട്ടും ഇട്ട് മുറുക്കാൻ പറ്റിയ ഒരു ഫ്ലാറ്റ് പീസ് ഹോളിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഈ എടുത്ത 3 പീസുകളും വീഡിയോയിൽ കാണുന്ന പോലെ വെൽഡ് ചെയ്തെടുക്കണം. ഞാൻ വെൽഡ് ചെയ്തപ്പോൾ കുറച്ച് ചെരിച്ച് വെച്ചാണ് വെൽഡ് ചെയ്തേക്കണേ. മോട്ടോർ ഗിയർ ബോക്സിൻ്റെ ബോഡി കുറച്ച് ചെരിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ അതേ ഷേപ്പിന് കറക്റ്റ് ടൈറ്റായിട്ട് ഇരിക്കാൻ പാകത്തിനാണ് വെൽഡ് ചെയ്തേക്കണേ. 2 സൈഡും കറക്റ്റായിട്ട് തന്നെ വെൽഡ് ചെയ്തെടുക്കണം.
നമ്മൾ ഇതിനു വേണ്ടി എടുത്ത 1/2 ഇഞ്ചിൻ്റെ SS-ൻ്റെ പൈപ്പ് സ്ക്രാപ്പിൽ നിന്ന് തന്നെ 70 രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു. വെൽഡ് ചെയ്ത ശേഷം എഡ്ജുകളെല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് 1 ഇഞ്ചിൻ്റെ കനം കുറഞ്ഞ ഫ്ലാറ്റ് പീസ് ഒരെണ്ണം എടുത്ത ശേഷം 12 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ആദ്യം വെൽഡ് ചെയ്ത് വെച്ച പീസിൻ്റെ ഹോളിൻ്റെ അതേ അളവ് തന്നെ ഇതിലും മാർക്ക് ചെയ്തെടുക്കണം. ഈ ഹോളുകൾ നെട്ടും ബോൾട്ടും ഇട്ടാണ് നമ്മുടെ മോട്ടോർ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്യുന്നത്. ഫ്ലാറ്റ് പീസിൻ്റെ 2 എൻഡിലും ഹോൾ ഇട്ടെടുക്കണം. ഹോൾ ഇടുമ്പോൾ 6 അല്ലെങ്കിൽ 7 mm ബിറ്റിട്ട് ഹോൾ ഇട്ടെടുക്കണം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച 2 പീസും മോട്ടോർ ഗിയർ ബോക്സിലേക്ക് വെച്ച് നെട്ടും ബോൾട്ടും ഇട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്തെടുക്കണം. നമ്മൾ മോട്ടോർ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഫ്രെയിം കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി T ഷേപ്പിലേക്ക് വെൽഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്തത്. ആദ്യം എടുത്തേക്കൂട്ട് 1 ഇഞ്ചിൻ്റെ ഫ്ലാറ്റ് പീസിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത 6 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പീസ് ഇതുപോലെ വെച്ച് വെൽഡ് ചെയ്തെടുക്കാം. ഇത് വെൽഡ് ചെയ്യുമ്പോഴും ചെരിഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് തന്നെ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ വെൽഡ് ചെയ്യേണ്ട പീസിൻ്റെ അറ്റത്തൊരു ഹോളും ഇടാനുള്ള നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. വെൽഡ് ചെയ്ത ശേഷം മോട്ടോർ ഗിയർ ബോക്സിലേക്ക് വെച്ച് മാർക്ക് ചെയ്തെടുക്കാം ഹോൾ ഇടാൻ വേണ്ടിയുള്ള. ഈ ഹോൾ നമ്മൾ ഇടുമ്പോൾ അത്യാവശ്യം വലുതിടണം. തീരെ ചെറുതിടല്ല. ഒരു 6 അല്ലെങ്കിൽ 7 mm ഹോൾ ഇട്ടെടുക്കണം. ഹോൾ ഇട്ട ശേഷം SS-ൻ്റെ പൈപ്പ് നമ്മൾ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് അവിടെ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം ഈ പീസ്. ഈ പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്യുമ്പോഴും ഒട്ടും സൈഡിലേക്കൊന്നും ചെരിഞ്ഞു പോകാതെ കറക്റ്റ് ലെവലിൽ തന്നെ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. നമ്മുടെ മോട്ടോർ ഗിയർ ബോക്സിൻ്റെ കേസ് പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ടാണ് ഇതുപോലെ T ഷേപ്പിൽ വെൽഡ് ചെയ്തെടുത്തത്. ഇങ്ങനെയാകുമ്പോൾ അത്യാവശ്യം നല്ല ബലത്തിൽ ഇരുന്നോളും. അടുത്തതായിട്ട് നമ്മുടെ മെഷീനിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബാറ്ററിയാണ്. ഇത് 12 വോൾട്ട് 8Ah ലിഥിയം ബാറ്ററി പാക്കായിരുന്നു. ഈ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബാറ്ററി പാക്ക് വെക്കാൻ വേണ്ടിയും ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്തെടുക്കണം. അതും അഴിച്ചെടുക്കാൻ പാകത്തിന് വിജാഗിരിയൊക്കെ പോലെ വെച്ചാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ബാറ്ററി വെക്കാൻ വേണ്ടിയുള്ള ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി 11 സെൻറ്റിമീറ്റർ നീളത്തിൽ 3/4 ഇഞ്ച് വീതിയുള്ള ഒരു ഫ്ലാറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം. അതേ വീതിയിലുള്ള ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 ഫ്ലാറ്റ് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ വശങ്ങളിലായിട്ട് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. ഇത് ബാറ്ററി കറക്റ്റ് ടൈറ്റ് ആയിട്ടിരിക്കാൻ പാകത്തിനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് നീളം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളിൽ സൈക്കിളിൻ്റെ ട്യൂബ് ഒട്ടിക്കാനുള്ളതുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത പീസിൻ്റെ ഇരുവശങ്ങളിലും 3 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 3/4 ഇഞ്ച് വീതിയുള്ള 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാറ്ററി പുറത്തേക്ക് ചാടി പോകാതെ ഒരു ചെറിയ ഡോർ പോലെ നമുക്ക് ഈ ഫ്ലാറ്റ് പീസ് വെച്ച് തന്നെ സെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 6 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 ഫ്ലാറ്റ് പീസ് ഇങ്ങനെ എടുത്ത ശേഷം വെൽഡ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ വെൽഡ് ചെയ്തത് ബാറ്ററി സൈഡിലേക്കൊന്ന് ചാടി പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത പീസാണ്. അതിലെ ഒരു വശത്തെ ഫ്ലാറ്റ് പീസിൻ്റെ എൻഡിലായിട്ട് ഒരു ഹോൾ ഇട്ടെടുക്കണം. അവിടെ ഒരു നെറ്റ് വെച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് പഴയ സൈക്കിളിൻ്റെ വല്ലം ചെയിൻ്റെ ഒരു 2 കണ്ണി വേണം. ഇതാണ് നമ്മൾ വിജാഗിരിയായിട്ട് സെറ്റ് ചെയ്യുന്നത് ഡോറിൽ. നമ്മൾ ബാറ്ററി ചാടി പോകാതിരിക്കാൻ വേണ്ടി ഡോറായിട്ട് സെറ്റ് ചെയ്യുന്നത് സ്ക്വയർ പൈപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു 12 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ചെറിയ പീസാണ്. ബാറ്ററി വെക്കുന്ന ഫ്രെയിമിൻ്റെ വശങ്ങളിലായിട്ട് ലാസ്റ്റ് നമ്മൾ ഹോളിട്ട ഹോളിലേക്ക് ഒരു ചെറിയ നെറ്റ് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. ആ നെറ്റിലിടാൻ പറ്റിയ ബോൾട്ടേൽ നമ്മൾ കൈകൊണ്ട് തിരിക്കാൻ പാകത്തിന് ഒരു ചെറിയ വാഷും വെൽഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ പൈപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത 12 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പീസിൻ്റെ അറ്റത്തായിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ നീളത്തിൽ പയ്യെ L ഷേപ്പിൽ മടക്കിയെടുക്കണം. 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ബെൻഡ് ചെയ്ത സ്ഥലത്ത് കറക്റ്റ് സെൻറ്ററിലായിട്ട് ബോൾട്ട് കയറാൻ പാകത്തിന് ഹോൾ വിട്ടെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ സ്ക്വയർ പൈപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ എൻഡിലായിട്ട് സൈക്കിൾ ചെയിൻ്റെ പീസ് വെൽഡ് ചെയ്തെടുക്കണം. സൈക്കിൾ ചെയിൻ്റെ മറ്റേ എൻഡ് ബാറ്ററിയുടെ ഫ്രെയിം സെറ്റ് ചെയ്തേക്കണം ഫ്ലാറ്റ് പീസിലേക്ക് വെച്ച് വെൽഡ് ചെയ്യണം. ഡോർ പോലെ തുറക്കണ പോലെ. ഇനി നമുക്ക് ചെയ്യാനുള്ള SS പൈപ്പിൻ്റെ മറ്റേ എൻഡിലായിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെടുത്ത ബാറ്ററിയുടെ ഫ്രെയിം വെൽഡ് ചെയ്തെടുക്കണം. ബാറ്ററിയുടെ ഫ്രെയിം വെൽഡ് ചെയ്യുമ്പോഴും ചെരിഞ്ഞൊന്നും പോകാതെ കറക്റ്റ് ലെവലിൽ തന്നെ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. നമ്മളെടുത്ത SS-ൻ്റെ പൈപ്പിൻ്റെ 2 എൻഡിലുമായിട്ട് ഓരോ ഹോൾ ഇട്ടെടുക്കണം വയർ കയറ്റി വിടാൻ വേണ്ടി. അതിക്കടെയാണ് നമ്മൾ ബാറ്ററിയിൽ നിന്ന് മോട്ടറിലേക്കുള്ള പവർ കേബിൾ കൊടുക്കുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോൾ ഇടാൻ നോക്കിയപ്പോൾ SS തുളയ്ക്കണ ബിറ്റ് ചെറുതായിരുന്നു. അതുകൊണ്ട് വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് കത്തിച്ച് തുളച്ചു. ബാറ്ററി ഫിറ്റ് ചെയ്തതിൻ്റെ അവിടെ SS-ൻ്റെ പൈപ്പിൽ ഹോൾ ഇട്ടെടുത്ത് ഇതുപോലത്തെ 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് വെൽഡ് ചെയ്യണം. ഇതിലാണ് നമ്മൾ സ്വിച്ചൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്ത സ്ക്വയർ പൈപ്പിൻ്റെ പീസ് കറക്റ്റായിട്ട് ഹോൾ അടയുന്ന രീതിയിൽ SS-ൻ്റെ പൈപ്പിൽ വെച്ച് നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം. സ്ക്വയർ പൈപ്പിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തത് 2.5 സെൻറ്റിമീറ്റർ നീളത്തിലായിരുന്നു. അടുത്തതായിട്ട് മോട്ടോർ ഗിയർ ബോക്സ് വന്നയിടത്തും പൈപ്പിൻ്റെ എൻഡിലും ഹോൾ ഇട്ടെടുക്കണം. പിന്നെ നമുക്കൊരു ഹോൾ ഇങ്ങോട്ട് ഇടാണ്ട് സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പിടിപ്പിച്ച സ്ക്വയർ പൈപ്പിൻ്റെ അടിയിലായിട്ട് ഒരു ഹോൾ ഇങ്ങോട്ട് ഇട്ടെടുക്കണം വയർ പുറത്തേക്ക് എടുക്കാൻ. വയറിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇനി പെയിൻറ്റ് അടിച്ചെടുക്കാം. എല്ലാം ബ്രഷ് ഫിറ്റ് ചെയ്തൊക്കെ അഴിച്ചെടുത്ത ശേഷം പെയിൻറ്റ് അടിച്ചെടുക്കാം. പെയിൻറ്റ് അടിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രൈമർ അടിച്ച ശേഷമാണ് പെയിൻറ്റ് അടിക്കുന്നത്.
നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ച് ഫ്ലോറൊക്കെ വാഷ് ചെയ്യുമ്പോൾ സോപ്പ് വെള്ളമൊക്കെ ഇതിനെപ്പറ്റി വേഗം തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് പ്രൈമർ അടിച്ച ശേഷം മാത്രമാണ് പെയിൻറ് അടിക്കാവുള്ളൂ. പ്രൈമർ അടിച്ച് ഉണങ്ങിയ ശേഷം നമ്മൾ പെയിൻറ്റും എല്ലാത്തിലും അടിച്ചെടുത്തിട്ടുണ്ട്. ബാറ്ററി ഫിറ്റ് ചെയ്യുന്ന ഫ്രെയിമിൻ്റെ ഉള്ളിലും അതുപോലെ മോട്ടോർ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്യുന്ന ഫ്രെയിമിൻ്റെ ഉള്ളിലും എല്ലാം നമ്മൾ ട്യൂബിൻ്റെ പീസ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. സൈക്കിളിൻ്റെ വണ്ടിയിൽ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല. അതിനുവേണ്ടി എല്ലാം കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത ശേഷം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം എല്ലാം ഫ്ലെക്സ് കേക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഒട്ടിക്കണ എല്ലാം കാറിൻ്റെ ട്യൂബിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് കൂടി ഇട്ടാണ് ഫ്രെയിം ഉണ്ടാക്കിയപ്പോൾ വെൽഡ് ചെയ്തെടുത്തത്. ബാറ്ററിയുടെ ഫ്രെയിമിലും ഒട്ടിക്കുന്നുണ്ട്, ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടി. ഇനി ബ്രഷ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിറ്റ് ചെയ്തെടുത്ത റൗണ്ട് ഷേപ്പിലുള്ള മെറ്റൽ പീസിലേക്ക് ടയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യണം. അതിനുശേഷം 3 ബ്രഷും സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബ്രഷിൻ്റെ റൗണ്ട് ഏകദേശം 7 ഇഞ്ചിൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഏരിയ പെട്ടെന്ന് തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ആദ്യം കാണിച്ച 4 ഇഞ്ചിൻ്റെയൊക്കെ ബ്രഷ് വാങ്ങാനാണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റാണ്. ഇതിന് ഒരെണ്ണത്തിന് 30 രൂപയുള്ളൂ. അപ്പോൾ 3 എണ്ണം ഇടയ്ക്ക് മാറി വെക്കണമെങ്കിലും 90 രൂപയുള്ളൂ. ബാറ്ററിയിൽ നിന്ന് മോട്ടറിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന കൂട്ടി ഒരു 1.5 മീറ്ററിൻ്റെ അടുത്ത് കേബിൾ ആവശ്യമുണ്ട്. കേബിളിൻ്റെ ഒരു അറ്റം എടുത്ത ശേഷം സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് അവിടെ ഹോളിക്കട നേരെ കയറ്റി വിട്ട് മോട്ടറിൻ്റെ അവിടെയുള്ള ഹോളിക്കട പൈപ്പിക്കട പുറത്തേക്ക് എടുക്കണം. പൈപ്പിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്ത കേബിൾ അതിൽ ഒരിഞ്ഞ് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി റബ്ബറിൻ്റെ ഇതുപോലത്തെ സാധനം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടോർ ഗിയർ ബോക്സ് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഫ്രെയിമിലേക്ക് കറക്റ്റായിട്ട് മോട്ടോർ ഗിയർ ബോക്സ് ഇറക്കി വെച്ച ശേഷം നെറ്റും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ പീസും കൂടെ വെക്കണം. അതിനുശേഷം നെറ്റും ബോൾട്ടും ഇട്ട് നമുക്ക് പയ്യെ ടൈറ്റ് ചെയ്യാം. ഓവർ ടൈറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുറുകിയിരുന്നാൽ മതി. പിന്നെ നമുക്ക് 2 ഇഞ്ച് നീളമുള്ള ബോൾട്ട് എടുത്ത ശേഷം ഇതുപോലെ മോട്ടോർ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലത്തെ ഹോളിക്കടെ പുറത്തേക്ക് എടുക്കണം. നമ്മൾ ബോൾട്ട് ഇട്ട് മുറുക്കി അവിടെ കുറച്ച് തടിച്ച് പുറത്തേക്ക് നിൽക്കണം. അതുകൊണ്ട് ബോൾട്ട് ഇട്ട് മുറുക്കിയെന്ന് ഓർത്തും വീല് ജാം ആവുമൊന്നുമില്ല, കറങ്ങിക്കോളും. സ്പാൻഡർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയിട്ടിരുന്നാൽ മതി. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ ഗിയർ ബോക്സിൻ്റെ കവർ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മോട്ടറിന് ചെറിയ കവർ പോലെ PVCയുടെ പൈപ്പിന് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഹോളും ഇട്ടിട്ടുണ്ട്, എയർ കയറി മോട്ടർ ഹീറ്റ് ആകാതെ തണക്കാൻ വേണ്ടി. മോട്ടറിലേക്ക് നമുക്ക് വയർ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ സോൾഡർ ചെയ്യണതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത കവറിൻ്റെ ഹോളിൽ കൂടെ കയറ്റിയിട്ട് വേണം മോട്ടറിലേക്ക് സോൾഡർ ചെയ്യാൻ. ഇതിൻ്റെ മോട്ടറിൻ്റെ ഏത് സൈഡിലേക്ക് കറങ്ങിയെന്ന് ഓർത്തും കുഴപ്പമില്ല. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കറങ്ങുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മോട്ടറിലേക്ക് സോൾഡർ ചെയ്ത ശേഷം നന്നായിട്ട് ഇൻസുലേഷനും ചെയ്തെടുക്കണം. സോൾഡർ ചെയ്ത ശേഷം നമുക്ക് മോട്ടറിൻ്റെ കവറിട്ട് നമുക്ക് അടച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ സ്വിച്ചാണ്. ഇത് 3/4 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാകത്തിന് സൈഡ് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സ്ക്വയർ പൈപ്പിലിട്ട കേബിളിലേക്ക് ഇതുപോലത്തെ റബ്ബറിൻ്റെ ഈ സാധനം കൂടെ ഇടുന്നുണ്ട്. കേബിൾ അതിൽ കൊണ്ട് ഒരിഞ്ഞ് ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടി. ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം വയറും കൂടെ എടുത്ത ശേഷം നമുക്ക് ഇനി സ്വിച്ചിൻ്റെ കണക്ഷൻ എല്ലാം കൊടുക്കാം. മോട്ടറിൽ നിന്ന് വന്ന ഒരു വയർ ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് പോകുന്ന വയറിലേക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത ശേഷം നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം. ബാറ്ററിയിലേക്ക് കൊടുക്കണ വയർ സ്ക്വയർ പൈപ്പിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഒരു കേബിൾ ടൈ ഇട്ട് ലോക്ക് ചെയ്ത് വെക്കണം, വലിഞ്ഞാലൊന്നും പുറത്തേക്ക് വിട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് മോട്ടറിൽ നിന്ന് വന്ന ബാലൻസ് ഒരു വയറും ബാറ്ററിയിൽ നിന്ന് വന്ന മറ്റേ വയറും കൂടെ കൂടി നമുക്ക് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തെടുക്കാം. സ്വിച്ചിലേക്ക് നമ്മൾ ആ വയറുകൾ സോൾഡർ ചെയ്യുമ്പോൾ വിട്ടുപോകാതെ നന്നായിട്ട് തന്നെ ചെയ്ത ശേഷം ഇൻസുലേഷനും ചെയ്തെടുക്കണം. സ്വിച്ചിൽ നിന്ന് ബാറ്ററിയിലേക്ക് വയർ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടെ കേബിൾ ടൈ ചെയ്തെടുക്കാനുണ്ട് പൈപ്പിലിട്ട്. ബാറ്ററിയിലേക്ക് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു DC മെയിൽ സോക്കറ്റും കൂടെ വയറിൻ്റെ അറ്റത്ത് ഫിറ്റ് ചെയ്തെടുക്കണം. DC മെയിൽ സോക്കറ്റൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കണം, ചിലത് പെട്ടെന്ന് തന്നെ പോകും. സോക്കറ്റിൻ്റെ ഇരു ലിഗുകളിലേക്കും ഓരോ വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. സോൾഡർ ചെയ്ത ശേഷം നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം, ഷോർട്ട് ആകാതൊക്കെ ഇരിക്കാൻ വേണ്ടി. രണ്ടും സോൾഡർ ചെയ്ത് നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്ത ശേഷം മുകളിലത്തെ കവർ നമുക്ക് അടച്ചെടുക്കാം. മെഷീനിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തെടുക്കാം. മെഷീനിൽ വെച്ചും ചാർജ് ചെയ്യാം. ഈ ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ചാർജർ നേരത്തെ ഉണ്ടാക്കിയതായിരുന്നു. ഇതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ അത് ചെയ്യാം. ഈ ബാറ്ററി പാക്കിൻ്റെ അകത്ത് BMS ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ഷോർട്ടായാലും തന്നെ കട്ട് ഓഫ് ആയിക്കോളും. നമ്മുടെ മെഷീൻ്റെ ഉള്ളിലേക്ക് ബാറ്ററി വെക്കാനുള്ള ഫ്രെയിമിലേക്ക് ബാറ്ററി കയറ്റി വെക്കാം. നേരത്തെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്ത ഒരു ബ്രഷ് കട്ടർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് ബാറ്ററി വെക്കാൻ വേണ്ടി ഉണ്ടാക്കി അതേ ഫ്രെയിമിൻ്റെ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുത്തിരിക്കുന്നത്. ബാറ്ററി വെച്ച ശേഷം നമുക്ക് ആ ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബാറ്ററിയുടെ ഫീമെയിൽ സോക്കറ്റിലേക്ക് മെയിൽ സോക്കറ്റ് കണക്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലോർ ക്ലീനിങ് മെഷീൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഈ മെഷീൻ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ വീട്ടിലും തന്നെ ഒന്നിലധികം ബാത്റൂം കാണും. അപ്പോൾ കഴുകുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തത്. നമ്മുടെ ഈ മെഷീൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പോകുന്നത് വീട്ടിലെ പോർച്ചായിരുന്നു. വണ്ടിയെല്ലാം കയറി മൊത്തം കുളമായി കിടക്കുമായിരുന്നു. ഇവിടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ. ഈ പോർച്ചിലാണെങ്കിലും അത്യാവശ്യം നല്ല കട്ട ചെളി ഉണങ്ങി പിടിച്ചിരിക്കുമായിരുന്നു.
ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നനച്ച ശേഷം നമുക്ക് വല്ല സോപ്പ് പൊടി എന്തെങ്കിലും ഇതിലേക്ക് വിതറി കൊടുക്കാം. ഇനി നമ്മുടെ മെഷീൻ ഓൺ ചെയ്ത് പയ്യെ ഫ്ലോറിലേക്ക് പയ്യെ വെച്ച് കൊടുക്കാം. ഇത് ഓൺ ചെയ്ത ശേഷം നമ്മൾ ഒട്ടും ബലമൊന്നും പിടിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ തറയിലേക്ക് മുട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കഴുകണ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്താൽ മതി. ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കഴുകാനാണെങ്കിൽ നമ്മൾ ബലത്തിൽ പിടിച്ച് ഒത്തിരി അധ്വാനമുള്ള പണിയല്ല. ഇതിനെ ഒട്ടും അധ്വാനമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആണുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, ഈ മെഷീൻ ഉപയോഗിച്ച് കഴുകുമ്പോൾ നമ്മുടെ കാലയിലേക്കും ഭിത്തിയിലേക്കും അപ്പടി വെള്ളം പോലെ തെറിക്കുന്നു. പക്ഷേ അങ്ങനെ ഒട്ടും തെറിക്കണില്ലായിരുന്നു. ഇതിലെ ലോ RPM ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഒട്ടും തെറിക്കില്ല. പിന്നെ നമ്മുടെ ഈ മെഷീൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒട്ടും കുനിഞ്ഞൊന്നും നിൽക്കേണ്ട കാര്യമില്ല, നേരെ ഇന്നുകൊണ്ട് തന്നെ കഴുകാം. എനിക്ക് 6 അടി ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ 1.10 നമ്മൾ പൈപ്പിൻ്റെ നീളം ഇട്ടായിരുന്നത്. എന്നിട്ട് വരെ ഒട്ടും കുനിഞ്ഞൊന്നും നിൽക്കേണ്ട, നേരെ ഇന്ന് വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ മെഷീൻ ഉണ്ടാക്കി 1.5 മാസത്തെ മുകളിൽ ഈ മെഷീൻ യൂസ് ചെയ്ത ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മെഷീൻ ഉപയോഗിച്ച് വീട്ടിലത്തെ കാർ പോർച്ച് ഫുള്ളായിട്ട് വാഷ് ചെയ്തായിരുന്നു. അത് 150 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്ത ടൈമും പിന്നെ വീട്ടിലത്തെ 4 ബാത്റൂമും 2 ട്രിപ്പ് വാഷ് ചെയ്തു. എന്നിട്ടും ബാറ്ററിയുടെ ചാർജ് തീർന്നില്ലായിരുന്നു. നമ്മുടെ ഈ മെഷീൻ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിലത്തെ കുട്ടികൾക്ക് സേഫായിട്ട് വാഷ് ചെയ്യാനും പറ്റും. പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ലോ RPM ഗിയർ മോട്ടർ ആയതുകൊണ്ട്. നമ്മുടെ ഈ മെഷീൻ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞപ്പോൾ റിസൾട്ടാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ പോർച്ചിലേക്ക് ഫ്ലോർ ഇപ്പോൾ പ്രഷർ വാഷർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഇതുപോലെ ഇത്ര നന്നായിട്ട് പോകില്ല. അല്ലെങ്കിൽ ടർബോനോസിലുള്ള കൂട്ട് പ്രഷർ വാഷറൊക്കെ ആയിരിക്കണം. ബാത്റൂമിലേക്ക് ഫ്ലോർ മാത്രമല്ല, നമുക്ക് വാൾ ടൈലും ഇതുപോലെ തന്നെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഓൺലൈനിലേക്ക് നോക്കിയപ്പോൾ ഇതേ മോഡൽ മെഷീൻ വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ 4 ഇഞ്ച് ആ വലിപ്പമൊക്കെ ഉള്ളൂ ബ്രഷിന്. പിന്നെ അതിൻ്റെ ബാറ്ററി ചാർജ് ആണെങ്കിലും ഇത്രയും ടൈം കിട്ടുമില്ല. പിന്നെ മോട്ടറിനും പവറില്ല, ഇത് കൈയോട്ട് പിടിച്ച് നിർത്തിയാൽ അവർ നിൽക്കില്ല, അത്രയ്ക്ക് പവറുണ്ട് മോട്ടറിന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ മെഷീൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ എന്തെങ്കിലും മെഷീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, അത് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം ഫ്രണ്ട്സ്.